ജഗതി ജഗദീഷ് കൂട്ടുകെട്ടിൽ പൊട്ടിച്ചിരിയൊരുക്കിയ കൊട്ടാരം വൈദ്യൻ എന്ന ചിത്രത്തിലെ സൂപ്പർ ഹിറ്റ് കോമഡി. ഇതാകെ തൊന്തരവായല്ലേ. അയാൾ പറയുന്ന അയാളാണ് കെട്ടാൻ പോകുന്നതെന്ന്, ഇയാൾ പറയുന്ന ഇയാളാണ് കെട്ടുന്നതെന്ന്. ഞാനിത് ആര് പറയുന്ന വിശ്വസിക്കണം? നീ ഞാൻ പറയുന്ന അങ്ങോട്ട് വിശ്വസിച്ചാൽ മതി. നീ ഒരു കാര്യം ചെയ്യും, ഇന്നലെ അവൻ അടിച്ച് ബൂസായിട്ട് ഓടാൻ കിടന്ന കാര്യം അമ്മാവനോട് പറയണം. ബാക്കി കാര്യം ഞാൻ ഏറ്റു. അത് പിന്നെ ഒരു പിന്നെയില്ല, ഞാൻ ഇവിടുത്തെ ആളായി കഴിഞ്ഞാ പിന്നെ നീ ആയിരിക്കും എന്റെ പിയെ. നിന്നെ ഒരു വഴിക്കാക്കിട്ടേ വേറെ കാര്യമുള്ളൂ. സത്യം സത്യം. ആപത്ത് വരുമ്പോ വഴിക്കിട്ടിട്ട് നീ അന്ന പിടിവിട്. ഞാൻ അപ്പഴേ പറഞ്ഞല്ലേ, അടിക്കുമ്പോ ലേശം അടിക്കാവൂ, 8 അടി വീരനാണ് എഴുന്ന വരുമെന്ന്. പാവപ്പെട്ട വീരമണി ഉപദ്രവിക്കണ്ട. അവിടെ നടന്ന എല്ലാ കാര്യങ്ങളും അമ്മാവൻ അറിഞ്ഞു. നീ ഇതിൽ ഇടപെടേണ്ട കാര്യമില്ല. ഇതെന്റെ അഭിമാനത്തിന്റെ പ്രശ്നമല്ല. അഭിമാനത്തിന്റെ പ്രശ്നമല്ല, ഇവിടെ എല്ലാരും അറിഞ്ഞു കഴിഞ്ഞു. ഞാൻ അതോട് ചെല്ല്, കതിർമണ്ഡലം ഒരുക്കി റെഡിയാക്കി വെച്ചിട്ട് ഞാൻ അവിടെ ചെന്നാ മതി. കളിയാക്കണ്ട. നിന്റെ പൂതി എന്തായാലും നടക്കാൻ പോകുന്നില്ല. നീ സീരിയൽ പിടിക്കാനെന്നും പറഞ്ഞ് സാധു പെൺകുട്ടികളെ പീഡിപ്പിക്കുന്ന വിവരം ഞാനും ശിവപ്രിയ അറിയിച്ചു കഴിഞ്ഞു. എന്നാലേ നീ വെള്ളം അടിച്ച് പോലീസുകാരുടെ ഛർദ്ദിച്ചാൽ ഞാൻ മോന്റെ അടുത്ത് പറയും. നീ പറയൂടാ, പറയൂടാ. നിങ്ങളിങ്ങനെ ഞാൻ ഒന്ന് പറയട്ടെ. എന്റെ കൊച്ചു വൈദ്യരെ, എന്റെ മോൻ ചെറുക്കനെ കൊണ്ട് ഞാൻ തോറ്റിരിക്കുക കേട്ടോ. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ ഞാൻ കയറെടുത്ത് കളയും. ഈ ആത്മഹത്യാ പ്രവണതയ്ക്ക് എന്തെങ്കിലും ഒരു മരുന്നുണ്ടോ ആയുർവേദത്തിലെ? ഉണ്ടല്ലോ, ധന്വന്തിരി ആയുർവേദത്തിൽ പറഞ്ഞിട്ടുണ്ട് ആത്മഹത്യക്കുള്ള മരുന്ന്. അതായത് അഷ്ടസല്ലജങ്ങൾ ചാലിച്ചത് ഒരു 4 കഴിഞ്ഞ്, കുറുന്തോട്ടി 1/2 കിലോ, പിന്നെ കുക്കിലി, ചിപ്പിലി, കുന്തിരിക്കം, പിന്നെ കുറച്ച് കടലമാവ്, എല്ലാം കൂടെ ചേർത്ത് ഒരു പരുവത്തിന് കുഴച്ച്. അതെന്താ അവൻ കയറെടുത്തോണ്ട് വരുന്നേ? എന്താ എന്താ ആത്മഹത്യ അവിടെ നിൽക്കുക. അപ്പൊ ഇതെന്തോന്ന് പണി കാണിച്ചു? ഞാൻ പശുവിനൊക്കെ അയച്ചോണ്ട് വന്നല്ലേ. ഒന്നാമത് നിങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ ഞാൻ തയ്യാറാണ്. കൂടെ നിന്നാൽ കരല കൊടുക്കുന്നവനാ ഈ മാർത്താടൻ. ഇരട്ട കരളായിരുന്നു ആശാന്. പലർക്കായിട്ട് കൊടുത്തു ഇപ്പൊ ഒറ്റ കരളേ ഉള്ളൂ. ഇല്ല ആശാന്? മാവിക്ക് മരവി എന്ന് പറയാനാ മരക്കുമരശ. മോനങ്ങോട്ട് മേടിച്ച് കുടിച്ചാട്ടെ, അകത്തങ്ങിറങ്ങും. നിങ്ങൾക്കറിയാവോ, ഒരേ ഗുരുവിന്റെ കീഴിൽ ശാസ്ത്ര അഭ്യസിച്ചവനാണ് ഞാൻ ഭഗീരഥനും. വിഷവൈദ്യത്തിൽ ഭഗീരഥനും മർമ്മചികിത്സയിൽ ഞാനും തുല്യ സ്ഥാനം. പക്ഷേ എന്റെ വിദ്യ കൂടി അവൻ പ്രയോഗിക്കാൻ തുടങ്ങിയപ്പോ ഞാൻ ഒന്നുമല്ലാതായി. ഈ നാടിന്റെ കൊട്ടാരം വൈദ്യനായി ആസ്ഥാനം മർമ്മ കേസരിയായി വിലസണ്ടെന്ന് എന്റെ ആശാന് ചതിച്ചു. ശത്രുവിനെതിരെ പോലും മർമ്മം പ്രയോഗിച്ചാൽ മറുതട്ട് തട്ടി വരണം, അതാണ് പ്രമാണം. പക്ഷേ എന്റെ കാര്യത്തിൽ അവനത് ചെയ്തില്ല. ഞാൻ തോറ്റൊന്നുമല്ലാതായി, അവനിവിടുത്തെ പ്രമാണിയുമായി. നിങ്ങൾക്ക് ശിവപ്രിയയെ വേണമെങ്കിൽ ഞാൻ പറയുന്നത് അനുസരിക്കണം. പറഞ്ഞാട്ടെ, എന്തും പറഞ്ഞാട്ടെ, ഞങ്ങൾ അനുസരിക്കാം. ചോറ് അവിടെയും കൂർ ഇവിടെയുമായി നിങ്ങൾ എന്റെ കൂടെ നിൽക്കണം. ചോറ് ഇവിടുന്ന് തന്നെ ആയിക്കോട്ടെ, എനിക്ക് സന്തോഷമേ ഉള്ളൂ. എനിക്ക് ചപ്പാത്തി മതി. ഞങ്ങൾ എന്താ ചെയ്യണ്ടേ? നല്ലൊരു അടി കൊടുക്കണം, അതോടെ അവൻ വീഴും. അയ്യോ, അമ്മാവനെ അടിക്കാനോ? അതൊന്നും ഞങ്ങൾക്ക് പറ്റില്ല. അടിക്കല്ലടാ, നല്ല അടിയാണെങ്കിൽ ഒറ്റ അടിക്കവൻ വീഴും. അതിനുള്ള തന്ത്രമൊക്കെ ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾക്ക് സമ്മതമാണോ? ഓക്കെ, സമ്മതമാണ്. എങ്കിൽ ശിവപ്രിയ സുകുമാരനെ, വൈദ്യവനം ജയരാമനെ. സത്യം? സത്യം? അതെ, സത്യം. പക്ഷെ അമ്മാവന്റെ പാരമ്പര്യം നിങ്ങൾ ആവർത്തിച്ചാലുണ്ടല്ലോ, എന്റെ സ്വരൂപം നിങ്ങൾ കാണും. അയ്യോ, അങ്ങനൊന്നും ഉണ്ടാവില്ല. വൈദ്യര് കൽപ്പിച്ചാട്ടെ, അത് വള്ളി പുള്ളി വിടാതെ ഞങ്ങൾ അനുസരിച്ചോളാം. എന്താ? എങ്കിൽ ഒരു കളിക്ക് തയ്യാറായിക്കോളൂ. ഇത് അമൂല്യമായ ദിവ്യമായ ആയുർവേദ ഔഷധങ്ങൾ ഹിമാലയത്തിലിരുന്ന് കൊണ്ടുവന്നത്. പാദം, പിത്തം, കഫം എന്നീ ത്രിദോഷങ്ങൾക്ക് ചുമ്മാ കാസം ഇരുമലോട് കൂടിയ ഇളുപ്പ് இதுக்கு கடல் தேங்காய். குண்மனுக்கு உண்மையான ஔஷதம் அமுக்குரம். இது கஸ்தூரி, எதுக்கும் நல்ல மருந்து. இது குர்மீரம், கிருமிகளுக்கு நல்லது. ഇത് ചിടാപ്പള്ളി വേര്, പല്ലിയെ പോലെ ചലിക്കാം, ഏത് ചുമരിലും കേറാം. ഇത് നറുതണ്ടി കിഴങ്ങ്, രക്ത അരിസസ്യക്ക് ഉത്തമം. വൈദ്യരെ, ഈ ബുദ്ധി കൂടാനുള്ള എന്തെങ്കിലും നാടൻ ലാട മരുന്നുണ്ടോ? ബുദ്ധി വൈദ്യ സോമ്പേരി എണ്ണ ഈ തലയിൽ തേച്ച് കുളിച്ചാ പോതും. ഒരു കുപ്പി വേണം. അതൊന്നും വേണ്ട, നീ തേച്ചിട്ട് കാര്യമൊന്നുമില്ല. ഈ നാടൻ മാജിക് തരുമാ, ഈ ആഗ്രഹിച്ച കാര്യം സാധിക്കാനുള്ള എന്തെങ്കിലും മോതിരം, ഏലസ്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടാ? உங்களுக்கு ஆளு மாறி போச்சு. நான் மந்திரவாதி அல்ல, வைத்திய மகா லாடகலாநிதி. உங்களுக்கு மந்திரவாதம் தெரியுமே, சொல்றேன்.
ഏയ് உங்களுக்கு எந்த ஆகிரகம் நடக்கிற மந்திர மோதிரம் தேவையா? വേണം വേണം വേണം. മോതിരൊന്നും വേണ്ട. പക്ഷെ ഇവ ആള് കൊള്ളാല്ലേ? മുമ്പക്ക് മേലെ ഇടി കിടക്കാൻ അമ്മാര് പോയാ? വിക്രമ അവര് വീണ്ടും വന്നാച്ച്. നീ എന്തിനു നമ്മളെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നു? നീ ഇനി നമ്മളുടെ കൂട്ടത്തിൽ കൂടണ്ട. പൊക്കോ, എങ്ങോട്ടെങ്കിലും പൊക്കോ. അയ്യോ അപ്പണ്ണ എന്നെ പറഞ്ഞു വിടരുത്. അവന്മാരെന്റെ ആരുമല്ല. അവരുടെ ഉദ്ദേശം വേറെന്തുവാ? മറന്താ വേണ്ട. എന്താ പ്രശ്നം? അല്ല ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം. നീങ്കളാ? ആമാ. എന്താ പ്രശ്നം? ധൈര്യമായിട്ട് പറയണം. ഇവൻ കാരണം എനിക്ക് ജീവിക്കാൻ വയ്യെന്നായി. ഇടയ്ക്കിടയ്ക്ക് അവർ വരും, ഇവനെ തിരക്കും, അപ്പോൾ ഇവൻ മുങ്ങും. അവർ എല്ലാം പൊക്കും, ഇടിക്കും, അവർ പോകും, അപ്പോൾ ഇവൻ വീണ്ടും വരും. അങ്ങനെ ഇനി തുടരുന്നു. എന്റെ മരുന്നുകൾ ഞാൻ തന്നെ തിന്നുന്നു. അവർ ആരാന്ന് ചോദിച്ചാൽ ഇവൻ അറിയില്ല എന്ന് പറയുന്നു. അവന്മാരെന്റെ ആരും അല്ല. സോമ്പരി ചൊല്ലുന്നത് കേട്ടിയാ? തൽക്കാലം ഇയാളെ ഇവിടുന്ന് മാറ്റുന്നതാണ് നല്ലത്. ഞങ്ങൾ ഇയാൾക്ക് നല്ലൊരു ഒളിത്താവളം കൊടുക്കാം. പകരം ഞങ്ങളെ ഒന്ന് സഹായിക്കണം. എന്ത് സഹായമാ ഞാൻ ചെയ്യേണ്ടത്? ഞങ്ങളുടെ തങ്കച്ചിക്ക് ഒരു ജാതക ദോഷമുണ്ട്. ആദ്യത്തെ ഭർത്താവ് പാടില്ല. അതുകൊണ്ട് കൊള്ളാവുന്ന ഒരാളെ കൊണ്ട് ആദ്യം കല്യാണം കഴിപ്പിച്ച് താലി അഴിപ്പിക്കണം. അതിന് ഞാൻ റെഡി. അയ്യോ ആശാനല്ല, വിക്രമൻ മതി. ഇവൻ കിட்ட ഞാൻ சொல்றே. അതിനൊന്നും എന്നെ കിട്ടൂല. சொன்னது சரிதான். ഇവൻ ഇല്ലെങ്കിൽ എന്നോട് കച്ചവടം പൊളിയും. അത് ഞങ്ങൾ പരിഹരിക്കും. എങ്ങനെ പരിഹരിക്കും? ഇവൻ നിൽക്കുന്ന പോലെ താൻ എന്റെ കൂടെ നിൽക്കുമോ? നിക്കോ? അങ്ങനെയല്ല, അതിനുള്ള കാശ് നമ്മൾ തരും. എത്ര രൂപ തരും? 1000 രൂപ. 1000 രൂപ. 2000. എഴുന്നത് നിന്റെ കച്ചവടം നമുക്ക് വേണ്ട. സുന്ദരനായ എന്റെ ചെറുക്കന് 2000 രൂപയോ? 50,000 രൂപ വേണം. അവന്റെ പാതിവൃത്യം പോണ കേസാണ്. അയ്യോ പാതിവൃത്യം അങ്ങനെ പോകും. അത് പിന്നെ ചൊവ്വാദോഷം അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോവില്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ബിസിനസ് 50,000 രൂപ. പക്ഷെ ഇപ്പോ അഡ്വാൻസ് ആയിട്ട് 1000 രൂപ തരും. ബാക്കി തുക ജോലി കഴിഞ്ഞാൽ ഉടൻ തരും. മുങ്ങിയാലോ? ശരി ശരി. അഡ്വാൻസ് എൻ കയ്യിലേ തരണം. പിന്നെന്താ? ഒരു കുഴപ്പവും വരില്ല. ഞങ്ങളാണ് ഗ്യാരണ്ടി. എല്ലാം ശരിയായി. കൈയോട് 1000 രൂപ കിടച്ചത്. നൊയ്നാടി നോയ് മുതൽ നാടി, അത് തണിക്കും വായ്നാടി വായ്പച്ചയിൽ. അർത്ഥം അറിയാവോ? അറിയില്ല. തനിക്കറിയോ? അതിന് രോഗമറിഞ്ഞ് ചിന്തിച്ച് പാകം തെറ്റാതെ ചികിത്സിക്കണം. എന്നാലേ നല്ല വൈദ്യനാവൂ. പഠിച്ചിട്ടുണ്ടാവുമല്ലോ അഹരാതി. ചൊല്ലിക്കൊള്ളൂ. അത് ഇന്ന് മൗനവ്രതമാണ്. ഇനി 3 ഇങ്ങനൊന്നും അല്ലല്ലോ നിങ്ങൾ എന്നോട് പറഞ്ഞിരുന്നത്. ഇന്നലെ തന്നെ ഞാൻ എല്ലാം വിളിച്ചു പറഞ്ഞ് രണ്ടിനെയും സൂപ്പിച്ചേനെ. അല്ലെങ്കിൽ പിന്നെ ഒരു വാക്ക് നേരത്തെ പറയണം. ഇതൊരുമാതിരി മനുഷ്യന് പെരുമാമാക്കുന്ന പരിപാടിയായി പോയി. അപ്പോഴത്തെ സ്പിരിറ്റിന് ഞാൻ കയറി അങ്ങ് ചെയ്തതാ. ഇല്ലെങ്കിൽ കാണായിരുന്നു രണ്ടിനും കൂടെ ആ കിളവൻ വൈദ്യുതി രസായനമാക്കുന്നത്. ഇത് ശരിയാവില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ വഴി, എനിക്ക് എന്റെ വഴി. നീ ഒന്ന് ക്ഷമിക്ക്. ഇങ്ങനെയൊക്കെ വരുമെന്ന് ഞങ്ങൾ അറിഞ്ഞതേ ഇല്ല. ഇതൊക്കെ ഞങ്ങൾ പ്രതീക്ഷിച്ചതേ ഇല്ല. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ കളിക്കാൻ വേറെ ആളെ നോക്കിയാൽ മതി. ഇത് ശരിയാവില്ല. ഒരു കൊട്ടാരം വൈദ്യൻ അയാളുടെ ഒരു ഒലത്തിയ പരീക്ഷണം. അയാളുടെ മോളുടെ നല്ല ഭാവിക്ക് വേണ്ടിയല്ലേ ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. അല്ല അങ്ങോട്ട് അറിഞ്ഞൂടെ മോളുടെ ഈ ജാതകദോഷം? അത് നാട്ടുകാർ അറിയാതിരിക്കാൻ വേണ്ടിയല്ലേ? അങ്ങേരെ അറിയാതിരിക്കാൻ വേണ്ടിയല്ലേ? നാട്ടുകാർ അറിയാതെ അല്ലേ? ആരും അറിയാതിരിക്കാൻ വേണ്ടിയാ. അതെ, ഈ നാട്ടുകാരെല്ലാരും കൂടെ എന്നെ തല്ലിക്കൊല്ലുന്നത് നിങ്ങൾക്ക് രണ്ടുപേർക്കും കാണണം. നിങ്ങളെ ഒന്നും ഒരിക്കലും വിശ്വസിക്കാൻ പറ്റൂല. ഇപ്പൊ ഒന്ന് പറയും, നാളെ വേറൊന്ന് പറയും. ഞാൻ പോവാ. ഞങ്ങൾ നിന്റെ കാല് പിടിക്കാം. നീ ഞങ്ങളെ കൈവിടരുത്. കാര്യങ്ങൾ ഇങ്ങനെയൊന്നും അല്ല ഞങ്ങൾ ആലോചിച്ചിരുന്നത്. പക്ഷെ ഇപ്പൊ എല്ലാം ട്രാക്കിലാണ്. അതുകൊണ്ട് ഇനി പരീക്ഷണമെങ്കിൽ പരീക്ഷണം. ഞങ്ങൾ കൂടെ ഉണ്ടെന്ന് ഒന്നും കൊണ്ട് പേടിക്കണ്ട. ഞങ്ങൾ ഏറ്റുന്നു. ഇനിയുള്ള നീക്കങ്ങൾ എന്താ ഇവിടെ? ഒന്നുമില്ല, വെറുതെ. പുരച്ചി തലൈവി ജയലളിതയുടെ അടുത്ത ആളാ. അതെ, അതെ. ഓ, അപ്പൊ ഇതാണോ എംജിആർ? എംജിആർ അല്ല, പുരച്ചി തലൈവി ജയലളിതയ്ക്ക് പിഴിച്ചിൽ നടത്തി ഇപ്പോൾ ഉള്ള ബോഡി ഷേപ്പ് ഉണ്ടാക്കിയെടുത്തത് ഇദ്ദേഹമാ. തെളിവുണ്ട്. ഞാൻ കാണിച്ചാണോ? ഭാരതത്തിലെ പല പല VIP-കൾക്കും പഞ്ചകർമ്മ ചികിത്സ, സുഖ ചികിത്സ ഒക്കെ ചെയ്യുന്ന ഭാരവിക്രമനല്ലേ? ആൽബമുണ്ട്. വാജ്പേയിജി, അമിതാഭ് ബച്ചൻ, മോഹൻലാല്, നെഹ്റുജി. കേമൻ തന്നെ. എങ്ങനെയുണ്ട്? ആള് കേമനാണെന്ന് എനിക്ക് ഇന്നലെ തന്നെ മനസ്സിലായി. ഒരു 10-20 അടി ദൂരെ നിന്നല്ലേ ദംശകന്റെ ഇനം കണ്ടുപിടിച്ചത്? അതെ, ജ്ഞാനദൃഷ്ടിയോ അതോ ത്രികാലജ്ഞാനം? അകാലജ്ഞാനം അല്ല, ത്രികാലജ്ഞാനം. 3D. പരമ്പരാഗതമായിട്ട് അവര് ത്രികാലജ്ഞാനികളല്ലേ? തിരുമുഖം പിള്ള ഇനി ഇവിടെ എന്തെല്ലാം കാണാൻ കിടക്കുന്നു. അതെ, ഞാൻ മറ്റൊന്നും കൊണ്ട് പറയുന്നതല്ല. ഈ പരീക്ഷണങ്ങളൊന്നും നടത്താതെ തന്നെ ശിവപ്രിയ ഭാനുവിക്രമിന് കല്യാണം കഴിച്ചു കൊടുക്കാവുന്നതേ ഉള്ളൂ. ഈ പരീക്ഷണങ്ങളൊന്നും ഭാനുവിക്രമന് ഒരു പ്രശ്നമേ അല്ല. അല്ലേ വിക്രമ? അതെ. അല്ല, എന്തൊക്കെയാ ഇവിടുത്തെ പരീക്ഷണങ്ങള്? അതൊക്കെ വളരെ നിസ്സാരം.
ആദ്യം മരുന്നുകൾ തിരിച്ചറിയാനുള്ള ഒരു പരീക്ഷണം. അതായത് ഉഗ്ര വിഷമുള്ള ഒരു സർപ്പത്തിനെ കൊണ്ട് കൊത്തിക്കും. ഡമോ എന്നിട്ട് ഒരുപോലിരിക്കുന്ന രണ്ട് ഒറ്റമൂലികൾ മുന്നിൽ വെക്കും. ഒരു മരുന്ന് കഴിച്ചാൽ ജീവിക്കും, മറ്റേത് കഴിച്ചാൽ ചാവും. ഈ പരീക്ഷണം നമ്പർ 2 അത് മർമ്മമാണ്. നോക്കുവർമ്മം, തൊടുവർമ്മം, ചവിട്ടുവർമ്മം, ചുരുട്ടിക്കുത്ത്. പിന്നെ ആൽബം ഇങ്ങനെ തന്നെ ഞാൻ അങ്ങനെയും ശിവപ്രയ കുഞ്ഞിനെയൊക്കെ കാണിച്ചിട്ട് കൊണ്ടുവരാം. ശരി. നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. പിന്നല്ലാതെ.